ആരാണ് ഈ അർജുനായങ്കി? ഈ അർജുനായങ്കിയുടെയും കേരള പോലീസിന്റെയും സ്റ്റോറി ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന ഒരു സിനിമ കാണുന്ന മൂഡില്ല. 2023 പുള്ളി കുറെ കേസുകളിൽ പ്രതിയായിരുന്നു, ജയിൽവാസമൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 2026 മെയ് മാസം വരെയും പുള്ളി ഒരു കേസുകളിൽ പ്രതിയായിട്ടില്ലെന്നാണ് പുള്ളി പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ സംഭവങ്ങളിലൊക്കെ വന്ന് എത്തിപ്പെട്ടെന്നായിരിക്കും ചോദ്യം വരുന്നത്. കോതമംഗലത്ത് ഒരു സുഹൃത്തിന്റെ കല്യാണത്തിന് ഇവര് കൂട്ടുകാരെല്ലാരും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റോറി കാര്യങ്ങള് പുള്ളി എന്തൊക്കെ ചെയ്യുന്നതെല്ലാം ഇൻസ്റ്റ വഴി പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടിട്ടാണ് അവിടെ ഒരു കൂട്ടം പോലീസ് ജീപ്പ് വളഞ്ഞതെന്നാണ് പുള്ളി പറയുന്നത്. പുള്ളിയുടെ ഒരു പോസ്റ്റ് തന്നെ ഉണ്ട്, വായിച്ചവർക്കെല്ലാം മനസ്സിലാവും. ഞാനും അത് വായിച്ചിട്ടാ വന്ന് പറയും. കോടതി സമയം കഴിയുന്നവരെ അവരെ സ്റ്റേഷനിൽ തന്നെ ഇരുത്തി പാതിരാത്രി ആയപ്പോൾ ജഡ്ജിയുടെ വീട്ടിൽ കൊണ്ട് റിമാൻഡ് അടിച്ച് അവരെ ജയിലിലാക്കി. ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ കൊണ്ട് വ്യക്തിപരമായ കാര്യത്തിനോ എന്തോ ആയിക്കോട്ടെ കൊണ്ട് ജയിലിൽ അടയ്ക്കുക. അപ്പൊ അത് ഇറങ്ങി കഴിയുമ്പോൾ ഈ പറയുന്ന ഏതൊരു മനുഷ്യനും തോന്നാവുന്നത് പുള്ളി ചെയ്തു. അതിന് വിധേയമായ പോലീസുകാരനെ വിളിച്ച് എന്തോ പറയുകയുണ്ടായി, എന്തോ കത്തെഴുതുകയുണ്ടായി. അത് നേരെ വളച്ചൊടിച്ചെന്നാണ് പുള്ളി പറയുന്നത്. പുള്ളി പറഞ്ഞത് പെൻഷൻ വാങ്ങി ജീവിക്കില്ല. അത് ന്യൂസുകാരും പോലീസുകാരും വളച്ചൊടിച്ചെന്നാണ് പുള്ളി പറയുന്നത്. ഒരു വാക്കിന് രണ്ടർത്ഥം ഉണ്ടാവില്ലേ? അതിപ്പോ ആര് പറഞ്ഞാലും, അതിപ്പോ അയാൾ പറഞ്ഞെന്നും പറഞ്ഞ് അതിപ്പോ കൊല്ലൂന്ന് തന്നെ ആവണമെന്നില്ലല്ലോ. പുള്ളി തന്നെ പറയുന്നുണ്ട് മകനൊക്കെ ആയതിനു ശേഷം മാന്യമായ ഒരു ലൈഫിലൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. അർജുനായങ്കി ഒളിവിൽ പോയി എന്ന് പറയുന്നത്. അർജുനായങ്കി എന്നിട്ട് സ്റ്റോറി ഇടുന്നുണ്ട്, കാര്യങ്ങൾക്കൊക്കെ പ്രതികരിക്കുന്നുണ്ട്. അർജുനായങ്കിയെ പിടിക്കാൻ തോക്ക് ഉപയോഗിക്കാന്ന് നടത്തി പറഞ്ഞിട്ടുണ്ട്. തോക്ക് ഉപയോഗിക്കാന്ന് പറഞ്ഞപ്പോൾ പോലും അർജുനായങ്കി പറഞ്ഞത് ഞാൻ കാണാതായ മത്സ്യത്തൊഴിലാളികളോട് ബോട്ടിലുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ റോഡിലിരുന്ന് കരയുന്നവർക്ക് സ്വന്തം ഭർത്താവിനെയും മക്കളെയും തിരിച്ചു കിട്ടിയത്. ഈ അർജുനായങ്കി തന്നെ വന്ന് പറയുന്നുണ്ട്, ഞാനൊരു തീവ്രവാദിയല്ല, ഞാനൊരു പിടികിട്ടാ പുള്ളിയല്ല, ഞാൻ തന്നെ കീഴടങ്ങാന്ന് പലപ്പോഴും പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ട്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ പിടികിട്ടാ പുള്ളികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. സുകുമാരക്കുറുപ്പേട്ടനെ പോലും ഇതുവരെ പിടിച്ചിട്ടില്ല. സംഭവം ഇതിപ്പോ എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്കറിയാൻ വയ്യ. എന്തായാലും നല്ല ത്രില്ലുണ്ട് കണ്ടിരിക്കാൻ. ഇനി അർജുനായങ്കി ആയാലും കേരള പോലീസ് ആയാലും സത്യം ചെയ്യിക്കട്ടെ എന്നേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ദാറ്റ്സ് ഓൾ.